കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹം ദൈവത്തോടുള്ള ആത്മബന്ധമാണ്. ദൈവത്തെ വ്യക്തിപരമായി അറിയുകയും അവൻ്റെ സന്നിധിയിൽ നടക്കുകയും അവൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അവൻ്റെ വചനത്തിന് അനുസരണമായി നടക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദൈവവുമായി ആത്മീയ അടുപ്പത്തിൽ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ആത്മീയ അടുപ്പം എന്നത് ദൈവത്തോടുള്ള ജീവിക്കുന്ന ബന്ധമാണ്. ബൈബിളിൽ ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ ജീവിച്ച അനേക വ്യക്തിത്വങ്ങളെ നാം കാണും. അവയിൽ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മോശയുടെ ജീവിതം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 31 അധ്യായത്തിൻ്റെ 11 വാക്യം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. മോശയ്ക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ മഹത്വത്തെയാണ് ഈ വചനഭാഗം സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തോടുണ്ടായിരുന്ന മോശയുടെ ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളമെന്ന് ഈ ഒരു വചനത്തിൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കാം. മോശയ്ക്ക് ദൈവമായിട്ടുണ്ടായിരുന്ന ബന്ധം ഒരു ഔപചാരികമായ ബന്ധമല്ലായിരുന്നു. അത് ഒരു സ്നേഹിത ബന്ധം പോലെ അടുത്തതും ജീവനുള്ളതുമായ ബന്ധമായിരുന്നുവെന്ന് വചനം നമ്മെ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു സ്നേഹിത ബന്ധം പോലെ അടുത്തതും ജീവനുള്ളതുമായ ബന്ധമായിരുന്നത് കൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവം മോശയോട് സംസാരിച്ചു, ദൈവം മോശയെ നയിച്ചു, ദൈവം മോശയുടെ ജീവിതത്തിൽ കൂടെ അത്ഭുത കാര്യങ്ങളും ചെയ്തു. ദൈവവചനം നമ്മെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുന്ന ആത്മീയ സത്യതാണ്. ദൈവത്തോടുള്ള ആത്മീയ അടുപ്പമാണ് ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യം. ആത്മീയ ജീവിതം സമ്പുഷ്ടമാകേണ്ടതിന് ദൈവവുമായിട്ടുള്ള ആത്മബന്ധം വളരെ അനിവാര്യമാണ്. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശയുടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള ആത്മബന്ധം അവൻ്റെ വിളിയോടുകൂടെ ആരംഭിക്കുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങൾ നമ്മെ വ്യക്തമാക്കുന്നു. മുൾപടർപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മോശെ ആ വിളിക്ക് പ്രതികരിച്ചു. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ യാത്ര അവിടെ ആരംഭിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തോടുള്ള ബന്ധത്തിൽ അനുസരണ വിധേയത്വ മനോഭാവമുണ്ടായിരുന്ന ജീവിതമാണ് മോശയുടെ ജീവിതം. ദൈവത്തോട് അടുപ്പമുള്ളവർ അവനോടുള്ള ബന്ധത്തിൽ സ്ഥിരതയുള്ളവരും അവൻ്റെ മാർഗദർശനം അന്വേഷിക്കുന്നവരുമായിരിക്കുമെന്ന് മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള അടുപ്പം മോശയെ സംബന്ധിച്ച് ഒരു താൽക്കാലിക അനുഭവമല്ലായിരുന്നു. അത് സ്ഥിരമായി നിലനിന്ന ഒരു ബന്ധമായിരുന്നു. മരുഭൂവിൽ കൂടെ ദൈവജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും തുടർമാനമായി ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു മോശയെ നാം കാണും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മോശയുടെ ബന്ധം വളരെ സ്ഥിരതയുള്ള ഒരു ബന്ധമായിരുന്നു. സമാഗമന കൂടാരമെന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്ന ആ കൂടാരത്തിൽ മോശ തുടർമാനമായി പോകുന്നതായിട്ട്, ദൈവമുമ്പാകെ നിൽക്കുന്നതായും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതായും പലയാവർത്തി ദൈവിക ആലോചനകൾ ദൈവജനത്തിന് മുമ്പാകെ കടന്നു വന്ന് സംസാരിക്കുന്നതായിട്ടും പുറപ്പാട് പുസ്തകം നമ്മെ വ്യക്തമാക്കും. അങ്ങനെയെങ്കിൽ മോശ
ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്ഥിരതയുള്ളവനായിരുന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 33 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. മോശയ്ക്ക് ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാതെ ഒരു ചുവട് പോലും മുന്നോട്ട് പോകുവാൻ മോശ തയ്യാറായിരുന്നില്ല. മരുഭൂമിയിലെ വെല്ലുവിളികളേറിയ, ചൂടേറിയ പ്രതിസന്ധികളും ഇടർച്ചകളും പ്രയാസങ്ങളും പരീക്ഷകളും എല്ലാം അനവധി അഭിമുഖീകരിക്കേണ്ടി വരുന്ന യാത്ര സഫലമാകണമെങ്കിൽ ദൈവ സാന്നിധ്യം അനിവാര്യമെന്ന് മോശ തിരിച്ചറിഞ്ഞു. സംഖ്യാപുസ്തകം അതിൻ്റെ 9 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ കാത്തിരിക്കുവിൻ, യഹോവ നിങ്ങളെക്കുറിച്ച് എന്ത് കൽപ്പിക്കും എന്നു ഞാൻ കേട്ടറിയാം. മറ്റ് മാനുഷികമാകുന്ന മാർഗദർശനങ്ങളിലേക്ക് തിരിയുന്ന ഒരു മോശയല്ല വചനം നമ്മെ ഇവിടെ പഠിപ്പിക്കും. മറിച്ച് ദൈവപാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഭക്തനായ മോശയാണ് ഇവിടെ കാണുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം നമ്മെ ഇപ്രകാരം വ്യക്തമായി പഠിപ്പിക്കുന്നു: നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തോട് അടുപ്പമുള്ളവർ ദൈവസന്നിധിയിൽ സ്ഥിരമായി ജീവിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്ഥിരത പുലർത്തുന്നു. ദൈവത്തിൻ്റെ മാർഗദർശനം അവർ അന്വേഷിക്കുന്നു. ദൈവവുമായിട്ട് ആത്മബന്ധത്തിൽ കഴിയുന്നതിൻ്റെ മനോഹാരിത സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ സ്പഷ്ടമാണ്. സങ്കീർത്തനം 84:10 പ്രകാരം വായിക്കുന്നു: നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. സങ്കീർത്തനങ്ങൾ 16:11 വായിക്കും: നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും നിന്റെ വലതുഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട്. പ്രിയരെ, ദൈവത്തോടുള്ള ആത്മബന്ധം നമ്മെ ദൈവത്തോട് അധികം അടുപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ഹൃദയം നാം തിരിച്ചറിയുവാൻ നമ്മെ ആഴമായി സഹായിക്കുന്ന ഒന്നാണ്. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തോടുണ്ടായിരുന്ന ആ ആത്മബന്ധം മോശയുടെ ജീവിതത്തെ തന്നെ ആകമാനം രൂപാന്തരപ്പെടുത്തി. ജനം പാളയത്തിൽ കാളക്കുട്ടിയുടെ മുമ്പിൽ ആടുകയും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ എഴുതി കൊടുത്ത കൽപ്പലകളെ മോശ അവിടെ എറിഞ്ഞുടച്ചു കളഞ്ഞു. വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു മോശ. എന്നാൽ മോശയുടെ ജീവകാലത്തിൻ്റെ അവസാനത്തിൽ യഹോവയായ ദൈവം തന്റെ ദാസനായ മോശയെ കുറിച്ച് പറയുകയാണ്: മോശയെ പോലെ സൗമ്യനായ ഒരു വ്യക്തി ഇല്ല. അപ്പോൾ ദൈവത്തോടുണ്ടായിരുന്ന മോശയുടെ ആത്മബന്ധം അവനിൽ തന്നെ ആത്യന്തികമായി ഒരു രൂപാന്തരം ഉണ്ടാക്കി. കൂടാതെ പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 21 വാക്യം വായിക്കുമ്പോൾ മോശ യഹോവയോട് സംസാരിച്ചിരുന്നതിനാൽ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവമഹത്വം മോശയിൽ വളരെ പ്രകടമായിരുന്നു. ദൈവത്തോട് ആത്മബന്ധത്തിൽ തുടരുന്നവർ ദൈവമഹത്വത്തിൻ്റെ വാഹകരാണ്. ദൈവനാമത്തിന് മഹത്വം അവരിൽ കൂടെ എല്ലായിടത്തും ഒരു സൗരഭ്യഭാസന പോലെ പരക്കുന്ന ഒന്നാണ്. പ്രിയരെ, നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടോ? മോശയെ പോലെ ദൈവത്തോടുള്ള അടുപ്പത്തിൽ ആത്മബന്ധത്തിൽ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്രകാരം ഒരു ആത്മബന്ധത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമുഖം അനുദിനം അന്വേഷിക്കുന്നവരായി, ദൈവശബ്ദം കേൾക്കുന്നവരായി, ദൈവവചനത്തിനും ആലോചനയ്ക്കും അനുസൃതമായി അനുസരണ മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള ആത്മബന്ധമുണ്ടാകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? അനുദിനം ദൈവത്തെ നാം അന്വേഷിക്കണം. സങ്കീർത്തനക്കാരൻ 17 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും,
ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഓരോ ദിവസത്തിൻ്റെയും ആരംഭം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ജീവിതം നമ്മിൽ വളർത്തിയെടുക്കണം. ദൈവവചനം വായിപ്പാനും ധ്യാനിപ്പാനും ചിന്തിപ്പാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന മനോഭാവം നമ്മിലുണ്ടാകണം. ഈ വക കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ നിശ്ചയമായും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കും. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം സ്പഷ്ടമായി നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവത്തോട് അടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവവുമായിട്ട് ആത്മബന്ധം ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തോട് അടുത്തു വരേണ്ടത് അനിവാര്യമാണ്. ആകയാൽ ഈ നല്ല ദൈവത്തിന്റെ ആത്മമിത്രങ്ങളായി ജീവിപ്പാൻ ദൈവം നമുക്ക് അനുദിനം കൃപ തരട്ടെ. ദൈവത്തോടുള്ള ആത്മീയ അടുപ്പമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ശക്തിയും അനുഗ്രഹം.